പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് ഞാൻ കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. ഈ നല്ല സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ അഭിസംബോധന ഞാൻ കർത്താവ് ഒരുക്കിയ എല്ലാ നല്ല അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നാം അംഗീകാരം ലഭിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. നാം പറയുന്നതും നാം പ്രവർത്തിക്കുന്നതും നാം ഷെയർ ചെയ്യുന്ന കാര്യങ്ങളെ തള്ളിക്കളയാതെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമാണ്. എന്നാൽ അംഗീകരിക്കാതെ അതൊരു പുച്ഛ മനോഭാവത്തോടെ അതിനെ അവഗണിച്ച് കളയുക എന്നുള്ളതും വലിയ വേദനാജനകമാണ്. ഇങ്ങനെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നൊരു തിരുവചനമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ശ്രവിക്കുക. 1 ശമൂവേലിൻ്റെ പുസ്തകം 27-ാം അധ്യായം 1-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. അനന്തരം ദാവീദ്, ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യാൽ നശിക്കുകയുള്ളൂ, ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവൃത്തിയില്ല. ശൗൽ അപ്പോൾ ഇസ്രായേൽ ദേശത്തൊക്കെയും എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് മനസ്സിൽ നിശ്ചയിച്ചു. വളരെ സുപരിചിതമേറിയ ഒരു തിരുവചന ഭാഗമാണ്. നമുക്കറിയാം, ഇസ്രായേലിൻ്റെ കരുത്തുറ്റ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജാവാണ് ദാവീദ് രാജാവ്. അഭിഷേകം വീണ് രാജകസാരയിൽ ഇരിക്കുന്നതിന് മുൻപ് ഉള്ള സമയങ്ങളിൽ താൻ അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുന്നത്. ശൗലിൻ്റെ കയ്യാൽ ഞാൻ മരിക്കുകയുള്ളൂ. താന് 16-ാമത്തെ അധ്യായത്തിനകത്ത് അഭിഷേകം വീണു, അനോയിന്റിങ് ലഭിച്ചു. ശമൂവേൽ പ്രവാചകൻ ഇശായിയുടെ വീട്ടിൽ അല്ലെങ്കിൽ തൻ്റെ വീട്ടിൽ വന്ന് തന്നെ സ്തോത്രം അഭിഷേകം ചെയ്തു. എന്നാൽ അന്നു മുതൽ തനിക്ക് പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്നതായി തോന്നുകയാണ്. തൻ്റെ മേലുള്ള ഒരു നിയോഗമൊന്നും താൻ പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ ചിന്തയിൽ ഞാൻ പറയാം. ദാവീദ് ഓർക്കുക, അഭിഷേകം വീണപ്പോൾ ഞാൻ ഓർത്തു, ഇനി വലിയ പ്രതിസന്ധി ഒന്നും കാണത്തില്ല, ഇനി വലിയ സ്തോത്രം പ്രതികൂലങ്ങളൊന്നും കാണത്തില്ല, ഇനി സന്തോഷമായിരിക്കും. എന്നാൽ അഭിഷേകം വീണ സമയം മുതൽ ദാവീദ് വലിയ പ്രതിസന്ധികൾക്കകത്തും വലിയ വേദനയ്ക്കകത്തൂടെ പോകുകയാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, ദാവീദ് നിവർത്തിയില്ലാതെ സ്തോത്രം ഒന്നും സാധിക്കാൻ കഴിയാതെ വല്ലാതെ നിസ്സഹായാവസ്ഥയിൽ പറയുന്നൊരു വാക്യഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഞാൻ ഒരു ദിവസം ശൗലിൻ്റെ കയ്യിൽ നശിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ നമ്മളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ എന്തു ചെയ്തിട്ടും എനിക്കൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര ഉപവസിച്ച് പ്രാർത്ഥിച്ചനന്തരം ഞാൻ പ്രതികൂലം മാത്രമേ കാണുന്നുള്ളൂ. എൻ്റെ മുന്നിൽ പ്രതിസന്ധികൾ മാത്രമേ ഉള്ളൂ. ഞാൻ വീട്ടിലുള്ളവരാകട്ടെ കൂടെയുള്ളവരാകട്ടെ എന്നെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും പരീക്ഷിക്കുകയും തള്ളിക്കളയും ഒക്കെ ചെയ്യുകയാണ്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകത്തില്ലേ? ദൈവത്തിന് സ്തോത്രം. ദാവീദിനെയും ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ഭാഗമായിരിക്കാം അത്. അഭിഷേകം 16-ാം അധ്യായം, ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ അഭിഷേകം വീണു. എന്നാൽ 27-ാം അധ്യായത്തിൽ വന്നിട്ട് നിസ്സഹായ അവസ്ഥയിൽ നിന്നുകൊണ്ട് ദാവീദ് പറയാ, ഞാൻ അവൻ്റെ കയ്യിൽ നശിക്കത്തേ ഉള്ളൂ. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ച് ഒരു മറുപടിയും കാണാതെ മരുഭൂമി പോലെ വറ്റി വരണ്ട ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സ്തോത്രം മനുഷ്യരോട്, വ്യക്തികളോട് ചോദിച്ചാൽ അവർ പറയും, ഞാൻ ഇങ്ങനെ നശിച്ചു പോകുക, നാളിതുവരെ ഒരു മറുപടിയും, നാളിതുവരെ ഒന്നും തന്നെ പ്രതീക്ഷയ്ക്കൊത്തവണ്ണം ഒന്നും സംഭവിക്കുന്നില്ല, വെറുതെ ഞാൻ സ്വപ്നം കാണുകയോ, ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കൈമാറുന്നു, ദാവീദേ, അഭിഷേകം വീണതു മുതൽ രാജകസേരയിൽ ഇരിക്കുന്നിടം വരെ സ്തോത്രം നിനക്ക് പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവഗണനകളും നിന്നെ തൊടാതെ വണ്ണം, നിന്റെ മേൽ ഏശാതെ വണ്ണം നിന്നെ എത്തിക്കേണ്ടിടത്ത് എത്തിക്കാൻ കരുത്തുള്ളൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ മാതാവിനോട്, എൻ്റെ പിതാവിനോട്, എൻ്റെ സഹോദരങ്ങളോട് ഞാൻ ആത്മാർത്ഥതയോടെ കൈമാറാം. അഭിഷേകം വീണു. സംശയിപ്പിക്കുന്ന നിലയിൽ ഇതെൻ്റെ മേൽ അഭിഷേകം തന്നെയാണോ? ഇത് റിയലായിട്ട് എൻ്റെ മേൽ വീണൊരു അഭിഷേകമാണോ? സത്യത്തിൽ ഇങ്ങനെ ഒരു ആത്മാവുണ്ടോ? ഇങ്ങനെ ആത്മാവ്
വീണാൽ ആമേൻ രക്ഷപ്പെടത്തില്ലേ എന്നൊക്കെ സംശയിക്കുന്ന നിലവാരത്തിൽ ആമേൻ സ്തോത്രം പ്രയാസങ്ങളും പ്രതികൂലങ്ങളിലും ഒന്നിനുമേലൊന്നായി പ്രതികൂലങ്ങൾ അടിച്ചുയരുമ്പോൾ ഇന്ന് പകൽ ദൈവത്തിനൊരു ദൂത് അങ്ങയോട് കൈമാറാനുണ്ട്. ഒരു ആമേൻ പ്രയാസങ്ങൾക്കും ഒരു ആമേൻ ശൗലിൻ്റെ ആമേൻ കുന്തങ്ങൾക്കും വാളിനും ദാവീദേ അങ്ങേ തൊടാൻ കഴിയത്തില്ല. കാരണം അഭിഷേകം സ്വർഗത്തിൻ്റെ കയ്യിൽ നിന്നാണ്, സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നാണ് നിന്റെ മേൽ അഭിഷേകം വീണിരിക്കുന്നത്. നിന്നെ രാജകസേരയിൽ എത്തിക്കുവാൻ, നിന്റെ മേൽ വീണിരിക്കുന്ന അഭിഷേകം നിന്റെ മേൽ പകർന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ എത്തിക്കുവാൻ ആ അഭിഷേകം സന്നദ്ധതയുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ ദാവീദ് വളരെ നിസ്സഹായകതയോടെ ഇവിടെ പറയുന്നത് ആമേൻ സ്തോത്രം ഫെലിസ്ത്യരുടെ ദേശത്തിലേക്ക് ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും പല അവസരങ്ങളിലും പല അവസ്ഥകളിലും ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാതെ, മുൻപിലോട്ട് ചിന്തിച്ചാൽ ഒന്നും തന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ, കുടുംബത്തിൻ്റെ അവസ്ഥ, തലമുറയുടെ അവസ്ഥ, സ്വന്തം കാര്യങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഒന്നും തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വറ്റി വരണ്ട മരുഭൂമിയുടെ അവസ്ഥ പോലെ ആമേൻ സ്തോത്രം കിടക്കുമ്പോൾ ഇങ്ങനെ ചില പദങ്ങൾ നമ്മൾ പറയാറില്ലേ, എനിക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, ഓടിപ്പോകയല്ലാതെ വേറെ നിവർത്തിയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെ ഹൃദയം തകർന്ന് വേദനപ്പെട്ട് എൻ്റെ അവസ്ഥ എന്താകും, എനിക്ക് ആമേൻ സ്തോത്രം ഒരു സ്റ്റെപ്പ് പോലും മുൻപോട്ട് വെക്കാൻ കഴിയത്തില്ല, ഞാൻ ഓടിപ്പോകുക, നിവർത്തിയല്ലാതെ മറ്റൊന്നുമില്ല എന്ന നിസ്സഹായതയോടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വിരൽ ചൂണ്ടി ആത്മാർത്ഥതയോടെ കൈമാറുകയാണ്. ആമേൻ, നീ ഓടിപ്പോകുവാനുള്ളവനല്ല. നിന്നെ വലച്ച പ്രതിസന്ധികൾക്കകത്ത്, നിന്നെ അവഗണിച്ചവൻ്റെ മുന്നിൽ, നിന്നെ അംഗീകരിക്കാത്തവൻ്റെ മുന്നിൽ പരിഗണനയിൽ കൊണ്ടുവന്ന് നിന്നെ ഉയർത്തിയെടുക്കുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് ഇന്ന് പകൽ വിശ്വാസത്തോടെ പറഞ്ഞ് ആമേൻ പറയാൻ തയ്യാറാകണം. ഈ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങയുടെ കുടുംബത്തിനകത്ത് ആമേൻ, ഇനി എനിക്കൊരു വേറെ വഴിയില്ല, എനിക്കിനി വേറെ നിവർത്തിയില്ല, ഓടിപ്പോകുകയുള്ളൂ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോകുകയുള്ളൂ. പല പ്രാവശ്യം എന്നെ കൊല്ലുവാൻ ഒരുങ്ങി, ഇനി അവൻ എന്നെ കൊല്ലും, ആമേൻ ശൗലിൻ്റെ കയ്യിൽ ഞാൻ നശിച്ചു പോകും, എനിക്കിനി പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല എന്നൊക്കെ പറഞ്ഞ പദങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽ സ്വർഗത്തിൻ്റെ കരത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം എൻ്റെയും നിങ്ങളുടെ അവസ്ഥകളെ അറിയുന്നുണ്ട്. ഇന്ന് പകൽ വിശ്വാസം കൈവിടരുതേ. ഓടിപ്പോകാനുള്ളവനല്ല. ദാവീദ് പറയാ, ഞാൻ ഒരിക്കൽ അവൻ്റെ കയ്യിൽ നശിച്ചു പോകും. ആമേൻ സ്തോത്രം. ഞാൻ ഓടിപ്പോകുകയല്ലാതെ എനിക്ക് വേറെ നിവർത്തിയില്ല. അഭിഷേകത്തെ സംശയിക്കുന്ന നിലയിൽ, അഭിഷേകം വീണിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്ന നിലയിൽ, കേട്ട വാഗ്ദത്തം ശരിയാണോ എന്ന് ചിന്തിപ്പിക്കുന്ന നിലയിൽ, കേൾപ്പിക്കപ്പെട്ട പ്രവചന ശബ്ദങ്ങൾ ശരിയാണോ, ആ പ്രവാചകൻ ശരിയാണോ, ഇങ്ങനൊരു ദൈവമുണ്ടോ എന്ന് ചിന്തിപ്പിക്കുന്ന നിലയിൽ ആമേൻ അടിക്കടിയായി പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ആമേൻ അടിക്കടിയായി അങ്ങയുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അങ്ങയോട് പരിശുദ്ധാത്മാവ് പറയുന്നത്, ദാവീദേ, നീ ഓടിപ്പോകാനുള്ളവനല്ല. ആമേൻ സ്തോത്രം. ദൈവത്തിൻ്റെ കരം അങ്ങയോട് കൂടെയുണ്ട്. ശൗലിൻ്റെ ഒരായുധത്തിനും അങ്ങേ തകർക്കാൻ കഴിയത്തില്ല, ശത്രുവിൻ്റെ ഒരു പോരിനും അങ്ങേ തകർക്കാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അസാധാരണ ഒരു കരം അങ്ങയോട് കൂടെ ചലിക്കുന്നുണ്ട്. ഈ സമയത്ത് ദൈവത്തിന് ആമേൻ പറഞ്ഞുകൊണ്ട് വിശ്വാസത്തോടെ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടാകുന്ന നെഗറ്റീവ് തോട്ട്സുകളെ ആമേൻ സ്തോത്രം ആത്മാവിൽ മാറ്റിയിട്ട് ഇന്ന് പകലിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഉറച്ച സ്വരത്തോടെ ദൈവസന്നിധിയിൽ പറ, ഞാൻ ഓടിപ്പോകാനുള്ളവനല്ല. എന്നെ ആമേൻ എൻ്റെ പ്രതീക്ഷയ്ക്കെതിരായി എഴുന്നേറ്റ ശത്രുവിനെ വഴിമാറ്റിയിട്ട് എൻ്റെ വാഗ്ദത്തത്തിൽ ദൈവം എന്നെ എത്തിക്കുവാനിടയായി തീരും. വാഗ്ദത്തത്തിനെതിരെ ആമേൻ സ്തോത്രം കയറി വരുന്ന സകല മേഖലകളെയും വഴിമാറ്റി ദൈവപ്രവൃത്തി അങ്ങയ്ക്ക് വേണ്ടി ചലിക്കും. അതേ ദാവീദ് പറഞ്ഞതുപോലെ നാം പറയാനല്ല, ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യിൽ നശിക്കുള്ളൂ. നശിക്കാനുള്ളവനല്ല, നശിക്കാനുള്ളവളല്ല. ആ സ്തോത്രം നശിക്കത്തില്ലെന്നേ. ദൈവിക വാഗ്ദത്തങ്ങൾ അങ്ങയുടെ മേലുണ്ട്, ദൈവിക നിയോഗങ്ങൾ അങ്ങയുടെ മേലുണ്ട്. അതുകൊണ്ട് നിശ്ചയമായി ദൈവത്തിൻ്റെ പ്രവൃത്തി അങ്ങയുടെ മേൽ ചലിപ്പിച്ച് ദൈവത്തിൻ്റെ കരുണ വെളിപ്പെടുത്തി വാഗ്ദത്ത നിവർത്തിയിലേക്ക് എത്തിക്കുന്നൊരു ദൈവമുണ്ട്.
അഭിഷേകം തന്നത് സ്വർഗത്തിലെ ദൈവമാ. വളരെ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ അഭിഷേകത്തിൽ തന്നെ മുൻപോട്ട് പോകാൻ നമുക്ക് പരിശുദ്ധാത്മാവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.